ആ രീതിക്ക് പാവം മാന്തും പിച്ചും കടിക്കും ഇതെല്ലാം ഉണ്ട്. ആ സെല്ലു എന്ന് പറയുന്ന ഭയങ്കര ഒരു സംഭവമാണ്. ഞങ്ങളുടെ എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുന്ന ഞങ്ങളുടെ ചങ്കാണ്. സെൽജിയുടെ സ്വഭാവത്തിന് പറ്റിയൊരു ചേട്ടനെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ലൈഫ് നല്ലൊരു ഹാപ്പി മാരീഡ് ലൈഫ് ആയിരുന്നു നമ്മൾ ആശംസിക്കുന്നു. എനിക്ക് പറയാനുള്ളത് അളിയനോടാണ്. സൂക്ഷിക്കുക, തീറ്റയൊക്കെ എടുത്ത് വെക്കുക. എന്തായാലും അവൾ വാന്തിയിരിക്കും. അവളെ നഖം വെട്ടാൻ പോകുന്ന പരിപാടിയില്ല. അവളെ നിന്ന് വാന്തി എന്തായാലും കിട്ടിയിരിക്കും. അതുകൊണ്ട് അവൾ വെറുതെ പിണക്കാൻ നിൽക്കണ്ട, അവൾ അടിച്ചു കൊല്ലും. എൻ്റെ വക വിശ്വസ് എന്ന് പറയുമ്പോൾ എന്തുണ്ടെങ്കിലും എപ്പോഴാണ് ഏത് സമയത്തായാലും അവിടെ കാണും ഞാൻ. ഏത് സമയത്ത് എന്ത് കാര്യത്തിനായാലും വിളിച്ചാൽ ഫസ്റ്റ് നിൽക്കും ഞാൻ. നമുക്ക് വേറെ അത്രയേ ഉള്ളൂ. വേറെ വലിയ നമുക്ക് വേറെ വലിയ എന്താ പറയുക ഫുൾ പ്രോബ്ലംസ് ഒന്നുമില്ല. എപ്പം വിളിച്ചാൽ ആ സ്പോട്ടിന് വന്ന് അവിടെ നിൽക്കും. ഞാൻ സെല്ലിക്കുട്ടി എന്ന് വിളിക്കും. അവൾ ഭയങ്കര ബോൾഡാണ്. നമ്മളിപ്പോൾ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണമെന്ന്. സെല്ലിക്കുട്ടിയെ ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് കുറച്ച് അട്രാക്റ്റീവ്. ഞാൻ സംസാരിച്ച് തുടങ്ങിയപ്പോഴും ഭയങ്കര കമ്പനി ആയിട്ട് തോന്നി. ഞാനങ്ങനെ അധികം ആരോടും മിങ്കിൾ ചെയ്യാത്ത ആളാണ്. എന്നാലും സെല്ലിക്കുട്ടിയോട് സംസാരിച്ചപ്പം കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് ഇത് പ്രൊസീഡ് ചെയ്ത് നമ്മൾ ഇവിടം വരെ എത്തിയത്. ചേട്ടൻ സൂപ്പറാണ്, പൊളിയാണ്. പുതിയ ആള്, നമ്മുടെ ഫാമിലിയുടെ പുതിയ ആള് സെല്ലു ചേച്ചി വന്നിരിക്കുകയാണ് നമ്മുടെ കുടുംബത്തോട്ട്. എന്തായാലും സെല്ലു ചേച്ചി നല്ല ലക്കിയാണ് ജോല ചാച്ചനെ കിട്ടിയതിൽ. രണ്ടുപേർക്കും ഹാപ്പി മാരീഡ് ലൈഫ്. कैसे मैं कहूँ, कैसे मैं ये कहूँ, असर जो तेरा मेरे दिल पे हुआ है, कैसा समा है हम तुम यहाँ है, दिल की पुकार तो सुन लेना, तेरे हवाले में किसी बहाने जाहिर करूँ क्या है जो कैसे कहूँ मैं तुमसा कोई ना है, मैं तेरे आस पास रहूं दिल वीरा है, जज्बात मेरे सभी तू ही जाने, जितना भी देखूं दिल भर ना पाए, कैसा समा है हम तुम यहाँ है, जाहिर करूं क्या है जो